Hi, once again welcome back to a new video. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു തംബ്നെയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ +2 എക്കണോമിക്സിൻ്റെ എക്സാം നിങ്ങൾക്കറിയാം വരാൻ പോകുകയാണല്ലേ. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ തുടങ്ങാൻ പോകുന്ന ഡിസംബറിലാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഡിസംബറിൽ ഇനി പഠിക്കാൻ അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 2024 ക്രിസ്മസ് പരീക്ഷ നിങ്ങൾ സ്കോർ ചെയ്യും. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല. നമ്മൾ ഇതുവരെ എടുത്ത എഫേർട്ട് ഒന്നുകൂടി നന്നാക്കി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സ്കൂളിൽ നിങ്ങൾക്ക് ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞ് നടത്തിയത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അത് പരീക്ഷ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തായിരുന്നു? അതൊരു ക്ലാസ് ടെസ്റ്റ് എന്ന പോലെ നടത്തിയത് അല്ലേ. കേരളത്തിലെ പല സ്കൂളുകളായിട്ട് പല രീതിയിൽ പല മോഡലുകളിലായിട്ടാണ് നടത്തിയത്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷ എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഈ വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഏരിയകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ പഠിച്ചേക്കണം. അതുപോലെ മാക്രോ എക്കണോമിക്സിലെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചേക്കണം. നിങ്ങൾക്കറിയാം, മൈക്രോ നിങ്ങൾക്ക് കമ്പാരിറ്റീവ് എന്തായിരിക്കും പഠിക്കാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും അല്ലേ. പക്ഷേ മൈക്രോ കഴിഞ്ഞതിന് ശേഷം മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ബാക്കിയൊക്കെ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു ഹാർഡായിട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. അതിനാരെയും കുറ്റം പറയില്ല, കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അറിയുള്ളൂ ഇത് എത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ പറയുന്നുണ്ട് വേറെ ഇതുമല്ല, നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരിക്കലും നിലവില്ലാത്തൊരു മാർക്കറ്റാണല്ലേ. അപ്പോൾ തികഞ്ഞ മത്സരം അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മറ്റൊരു പേരുണ്ടോ, പൂർണ്ണ മത്സര അല്ലെങ്കിൽ പൂർണ്ണ കിടമത്സര കമ്പോളം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പൂർണ്ണ കിടമത്സര കമ്പോളം ഉണ്ടല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന കമ്പോളം ഇതിലെങ്ങനെയാണ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ള 4th ചാപ്റ്റർ. ആൻഡ് 5th ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയാണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമുക്കറിയാം QDQSൻ്റെ ഒക്കെ പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ടത്. അപ്പോൾ ഇത് രണ്ടും മൈക്രോയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്രയായിരിക്കും പരീക്ഷയ്ക്ക് മാർക്ക് വരാമെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്ക് വരാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു 20 മുതൽ 30 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം ആട്ടോ പറഞ്ഞത്, 30 വരെ മാക്സിമം പോവുള്ളൂ, അതിനപ്പുറം പോകില്ല. ബാക്കിയുള്ളത് കംപ്ലീറ്റ് വരാൻ പോകുന്നത് നമ്മൾ ഈ മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ ചാപ്റ്റേഴ്സ് നോക്കിക്കോളൂ. 1ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു വെച്ചു ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, കാരണം അതിൻ്റെ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. അത് മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. ഇനി 2ാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മുടെ യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 2ാമത്തെയും 4ാമത്തെയും ചാപ്റ്റർ നിങ്ങൾക്ക് വരാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ പോകുന്നത് ഈ 2 ചാപ്റ്ററിനാണ് കേട്ടോ. അപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അഥവാ നമുക്കറിയാം ദേശീയ വരുമാനം നമ്മൾ എന്ത് ചെയ്യണം, കണക്കാക്കലാണ്. അപ്പോൾ അതിന് പല രീതിയിലുള്ള മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വരുന്ന ഭാഗം ഞാൻ പറഞ്ഞുതരാം. വേറെ ഏതുമല്ല, ആ ഇക്വേഷൻസ് വരുന്ന ഭാഗത്താണ് അല്ലേ. ഓരോ ഇക്വേഷൻസ് വന്നിട്ട് ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ പഠിക്കുന്നതിൻ്റെ ബേസിക് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്, പക്ഷേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമുക്ക് സെറ്റാക്കി എടുക്കാം, കുഴപ്പമില്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ചാപ്റ്ററാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മണി ആൻഡ് ബാങ്കിങ്ങിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള RBIനെ കുറിച്ചും അതേപോലെ നമ്മുടെ മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിലെപ്പോഴും ചോദ്യം വരുന്ന കാര്യം ഉണ്ടോ, M1 എന്താ, M2 എന്താ, M3 എന്താ, M4 എന്താണെന്ന് ചോദിക്കും. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരുന്നതാണ്, ആർക്കും ചോദിച്ചിട്ട് മടുക്കാത്തൊരു ഭാഗം കൂടിയാണ് അത് പറയുന്നത് കേട്ടോ. അതുപോലെ RBIയുടെ മോണിറ്ററി പോളിസി ഈ ചാപ്റ്ററിന് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. പഠിച്ചു വെച്ചേക്കണം. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ പറഞ്ഞ ചാപ്റ്റർ. നമുക്കറിയാം നാഷണൽ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് ചെയ്ത് പഠിച്ചു. അതുപോലെ നമ്മുടെ ഇൻകത്തിന് എക്കണോമിക്സിൽ Y എന്നാണ് സൂചിപ്പിക്കാറില്ലേ. അപ്പോൾ 2 സെക്ടർ മോഡലാണെങ്കിൽ നമുക്കറിയാം Y = C+I എന്ന് പറയാറുണ്ടല്ലേ. കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള വരുമാന നിർണ്ണയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്നു, നിങ്ങൾ +2 പഠിക്കുന്നതിൽ ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചാപ്റ്റർ ഈ പറഞ്ഞ ചാപ്റ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വേറെ ഒന്നുകൊണ്ടല്ല, ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് ഡിസ്കസ് ചെയ്യാനും കുറച്ച് അധികം ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അത്രയും ടഫായിട്ട് വരുന്ന ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ മൊത്തം ഇവിടെ 4ഉം ഇവിടെ 2ഉം, അപ്പോൾ ആകെ മൊത്തം നമുക്ക് 6 ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിലെ പ്രധാന കാര്യങ്ങളുടെ ചെറിയ ഷോർട്ട് വീഡിയോസ് ഞാനിവിടെ തരാം. നിങ്ങളത് കേട്ട് പഠിച്ചു നോക്കുക. പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത് കൂടെ തന്നെ പോകുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും അത് എന്ത് ചെയ്യുക, ഒന്നുകൂടി റെക്കമെൻഡ് ചെയ്ത് പോവുക. ഇനി നമുക്ക് നോക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ